ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കണ്ണൂർ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധിക പേർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനൊരല്പം ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും മസാലക്ക്. അങ്ങനെ നമ്മുടെ ചിക്കൻ മുഴുവനും ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് ഒരല്പം ഓയിൽ, അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5 മീഡിയം സൈസ് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ലോണം വഴന്ന് വരണം, എങ്കിൽ മസാലക്ക് നല്ല ടേസ്റ്റ് വരും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടോ കുറക്കോ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 4 മീഡിയം സൈസ് തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഒരല്പം ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഒക്കെ ചിക്കനിൽ മൊത്തമായിട്ട് പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ട ചോറ് തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയില്, അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ ഗീയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ഗീ തന്നെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഉള്ളി വളരെ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 12 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിവിടെ 6 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 12 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പകുതി ക്യാരറ്റ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 6 കപ്പ് അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരിയൊക്കെ ചേർത്തതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. ചിലവർ വെള്ളത്തിലാണ് ചേർക്കാം. അപ്പോൾ അരി ഇടുമ്പോൾ ഉപ്പ് കുറഞ്ഞു, അതുകൊണ്ട് ലാസ്റ്റ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാറ്റി വെക്കാം. എന്നിട്ട് നടുക്കാണ് മസാല ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം ഗരം മസാലയും അതുപോലെ ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരും കൂടെ ചേർക്കാം. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല മുഴുവനായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചോറും കൂടെ ഇതിൻ്റെ മേലെ വെച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കണം. ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്